റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അത് ഞങ്ങളൊന്ന് ചർച്ച ചെയ്തതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ കഴിയുള്ളൂ. ഇതെല്ലാവർക്കും അറിയുന്നതാണല്ലോ. PM ശ്രീയുമായി ബന്ധപ്പെട്ട് വിവിധ പാർട്ടികളുടെയും മുന്നണികളുടെയൊക്കെ നിലപാട് സുവ്യക്തമാണ്. പക്ഷെ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂയിങ് എൻറ്റിറ്റിയാണ്. ഒരു ഗവൺമെന്റിന്റെ തുടർച്ചയാണ് വരുന്ന ഗവൺമെന്റ്, അല്ലെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ ഗവൺമെന്റ്. അപ്പൊ കഴിഞ്ഞ ഗവൺമെന്റ് PM ശ്രീ കേന്ദ്ര ഗവൺമെന്റുമായി MOU ഒപ്പിട്ടിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ആ ഒപ്പിട്ട സാഹചര്യത്തിൽ ഒപ്പിട്ടു, അതിനനുസൃതമായി ചില ഫണ്ടുകൾ റിലീസ് ചെയ്തു. പിന്നെ ഇവിടെ ഉണ്ടായ ചില രാഷ്ട്രീയ വിവാദങ്ങളെ തുടർന്ന് അവർക്കിടയിലുണ്ടായ പ്രശ്നങ്ങൾ കാരണമൊക്കെ അവരത് തൽക്കാലം നിർത്തിവെക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അതിന്റെ വിവിധ വശങ്ങളാണ് റിപ്പോർട്ടിൽ പറയാം. അത് തുടർന്നാലുള്ളത്, തുടരാൻ പറ്റുമോ, ഇത്തരം കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ പറയാം. റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. റിപ്പോർട്ട് ചോദിച്ചിരുന്നു എന്നുള്ള കാര്യം ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ഇനിയൊരു ചർച്ചയ്ക്ക് ശേഷമാണ് അതിലുള്ള തുടർ നടപടികളെ കുറിച്ച് പറയാൻ സാധിക്കുക. നേരത്തെ UDF നേതാക്കൾ ആകെ പറഞ്ഞിരുന്നത് UDF അധികാരത്തിൽ വന്നാൽ PM ശ്രീ അറബിക്കടലിൽ എറിയുമെന്നടക്കം KM ഷാജി പ്രസംഗിച്ചു. അപ്പോൾ ആ നിലയ്ക്ക് ഒരു നിലപാട് പറയാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ഗവൺമെന്റുകൾ ഒരു തുടർച്ചയാണ്. കേരള സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഒരു വർഷത്തിന് മുമ്പ് ഒപ്പുവെച്ച ഒരു കരാറാണ് കേന്ദ്ര ഗവൺമെന്റുമായിട്ട്. അപ്പൊ അതിൽ നിന്ന് ഏകപക്ഷീയമായി ഒരു കക്ഷിക്ക് പിന്മാറാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അത് സാധ്യമാക്കുക? ഇതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഏതായാലും അടിയന്തരമായി അതിലൊരു തീരുമാനം എടുത്തിട്ട് പെട്ടെന്നൊന്നും ചെയ്യാനില്ല. അല്ല, റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വശവും ഉണ്ട്. അപ്പൊ അത് ഞങ്ങളൊരു വിദഗ്ധരുമായി ചർച്ച ചെയ്തിട്ട് അതിലൊരു തീരുമാനം എടുക്കാൻ കഴിയും. ഞങ്ങൾ അതിലിപ്പോ പെട്ടെന്നൊരു എമർജൻസി കാണുന്നില്ല. ഇപ്പോ സ്കൂൾ തുറക്കണം, പാഠപുസ്തകം കൊടുക്കണം, അതൊക്കെ അർജന്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. എന്നതുപോലെ ഈ ഒപ്പിട്ട PM ശ്രീയുടെ കാര്യത്തിൽ ഈ ഒരു നിലപാട് ദിവസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. അത് അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിൽ ഒപ്പിട്ടൊരു കരാറുണ്ട്. ആ കരാറിന്റെ തുടർച്ച എങ്ങനെയാവണം എന്നുള്ള സംബന്ധിച്ചൊരു ഗവൺമെന്റിന് തീരുമാനമെടുക്കാൻ അതിൽ പൊളിറ്റിക്കൽ വശമുണ്ട്, മറ്റ് ഘടകങ്ങളുണ്ട്. ഇതൊക്കെ പരിശോധിക്കണ്ടേ? നിങ്ങളിപ്പോ ഇന്ന് തന്നെ തീരുമാനം എടുത്തു തരണമെന്ന് പറഞ്ഞാൽ അത് കഴിയുമോ? അതിന്റെ ഒരു എമർജൻസി അതിലില്ലല്ലോ. ലീഗിന്റെ നിലപാട് അക്കാര്യത്തിൽ സുവ്യക്തമാണ്. ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ അങ്ങനെ ഒരു പാഠ്യപദ്ധതിയോടുള്ള നിലപാട് വളരെ വ്യക്തമാണ്. ഞങ്ങളത് പ്രഖ്യാപിച്ചതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഇതൊരു ഫെഡറൽ സംവിധാനത്തിലുള്ള രാജ്യമാണ്. ഇവിടെ ഇങ്ങനെ ഫണ്ടുകൾ നൽകുന്നതിന് കേന്ദ്രം സംസ്ഥാനങ്ങളുടെ മുമ്പിൽ ഉപാധികൾ വെക്കാൻ പാടില്ല. അത് നമ്മുടെ ഫെഡറൽ തത്വത്തിനെതിരാണ്. ഇതൊക്കെ ഞങ്ങൾ അന്ന് പറഞ്ഞതാണ്, ഇന്നും പറയുന്നതാണ്.